ആറ്റുകാൽ പൊങ്കാല വളരെയധികം പ്രശസ്തി നേടിയ ആറ്റുകാൽ പൊങ്കാല. ഇന്ന് ആറ്റുകാല് വലിയ തിരക്കായിരുന്നു. പല നാട്ടിൽ നിന്നും ആൾക്കാർ ഇന്ന് ആറ്റുകാലെത്തും, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ. അത് വലിയ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് പല ആളുകളും കാണുന്നത്. സത്യമാണ്, അത് വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ഒരുപാട് സിനിമാ നടിമാർ, സീരിയൽ നടിമാർ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നവിടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തും. ഇന്ന് അങ്ങനെ ആറ്റുകാല് പൊങ്കാല അർപ്പിക്കാനെത്തിയ സിനിമാ നടിമാരിൽ ഒരാൾ അന്നാരാജൻ. നിങ്ങളിൽ കുറച്ചാളുകൾക്കെങ്കിലും അന്നാരാജനെ അറിയുമായിരിക്കും. സിനിമാ നടിയാണ്. കൂടാതെ ഇനാഗുറേഷൻ വേദികളിലാണ് ഇവരെ ഈ അടുത്തായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സ്ഥിരം കാണുന്നത്. ഇവരുടെ വസ്ത്രധാരണം ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. അതിനകത്തൊന്നും ഞാൻ ഒരിക്കലും തെറ്റു പറയാൻ നിൽക്കുന്നില്ല. ഒരു ഇനാഗുറേഷൻ വേദിയിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഓക്കെ. ഒരു സിനിമയിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനേഴ്സും പറയുന്ന വസ്ത്രം ധരിക്കാം. ഒരു അമ്പലത്തിൽ, പ്രത്യേകിച്ച് ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ വരുമ്പോൾ സാരി ഉടുക്കുക. അവർ സാരി ഉടുത്തിട്ടുണ്ട്. എന്നാൽ സാരി ഉടുത്താൽ പോലും ഇവർ പല ഇനാഗുറേഷന് വരുമ്പോഴും ഇവരുടെ ശരീരം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രവൃത്തികളും ഇവർ കാണിക്കാറുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വരുമ്പോൾ പോലും ഈ പരിപാടി കാണിക്കുന്നത് എന്തിനാണ് മിസ് അന്നാരാജൻ? എന്തിനാണ്? ഇവരുടെ ഒരു വീഡിയോ കുറച്ചു മുമ്പ് ഞാൻ കാണാനിടയായി. ഇവരെ മാത്രം ഇങ്ങനെ കുറ്റം പറയാൻ ഇപ്പൊ കുറെ പേര് വരും. ഇവരെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്? ഇവര് മാത്രമേ സാരി ഉടുത്തിട്ട് പൊങ്കാലയ്ക്ക് വന്നപ്പോൾ പോലും എക്സ്പോസ് ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോ എടുക്കുന്ന ഓൺലൈൻ മീഡിയാസിനെ തെറി പറയാൻ വരട്ടെ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നിങ്ങളിതാ ഈ വീഡിയോ ഒന്ന് കണ്ടോണേ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഈ വീഡിയോ? ഇപ്പൊ കുറെ പേര് വരും, അവര് മാന്യമായിട്ടല്ലേ വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ. അവിടെ വസ്ത്രം ധരിച്ച വേറെ ഒരുപാട്, അതായത് സാരി ഉടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. സീരിയലിൽ അഭിനയിക്കുന്ന, സിനിമയിൽ അഭിനയിക്കുന്ന, എന്തിന് നമ്മുടെ ഇടയ്ക്കുള്ള ഒരുപാട് സാധാരണക്കാർ ചേച്ചിമാർ അവിടെ ഉണ്ട്. പക്ഷേ അവരുടെ ആരുടെയും സാരി ഇത്രയും എക്സ്പോസിങ് അല്ലല്ലോ. അവരാരും ഒന്നും കാണിക്കാൻ നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പല വീഡിയോകളും കണ്ടു, ഒന്നും കാണിക്കാൻ നിൽക്കുന്ന പോലെ എനിക്ക് ആരെയും തോന്നിയില്ല. പക്ഷെ ഇവരെ മാത്രം, ഇവരുടെ ഈ വീഡിയോ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് ബോക്സ്, അതിലെ 1-2 കമന്റ്സ് ഞാനിവിടെ വായിച്ചു തരാം. എന്നിട്ട് വേറെ കുറച്ച് ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതാണ് കമന്റ്സ്. പറ്റില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ വേറെയും, അതിഥി രവി, നമ്മുടെ ചിപ്പി ചേച്ചിയൊക്കെ വർഷങ്ങളായിട്ട്, ഈ അന്നാരാജൻ ആദ്യമായിട്ടാണ് പൊങ്കാല അർപ്പിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ചേച്ചി വരണ്ട, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ചെല്ലരുത്. ഓൺലൈൻ മീഡിയക്കാർ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നതെന്നറിയാമല്ലോ. അപ്പോഴെങ്കിലും ഏതൊരു സ്ത്രീയാണെങ്കിലും ഒന്ന് ചെയ്യുമോ ഇല്ലയോ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾ പറ, ചെയ്യുമോ ഇല്ലയോ? ചെയ്യും. പക്ഷെ ഇവിടെ ഇവരെന്താണ് കാണിക്കുന്നത്? അവിടെ ചെന്നിട്ടും ഇവരെ പല ഇനാഗുറേഷൻ വേദികളിൽ പോകുമ്പോഴും എക്സ്പോസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, ചെയ്തോട്ടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കാണാം. ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഞാൻ പൊങ്കാല എന്ന് പറയുന്ന ആ പുണ്യമായ ഒരു പ്രവൃത്തിയാണ് അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ പൊങ്കാല ഇടാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്ക് നിൽക്കാതിരിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ, വീഡിയോ എടുക്കുന്നവരെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരിതാ
ഒരുപാട് ആൾക്കാരുടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അവിടെയൊന്നും ഇത്ര ഒരു വൾഗാരിറ്റി അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒരാളും ഒരു മോശവും പറയുന്നില്ലല്ലോ. കുറെ ആൾക്കാർ പറയും കാണുന്ന ആളുകളുടെ കുറ്റമാണെന്ന്. അതെ, കാണുന്ന ആളുകളുടെ ആ കമന്റ് ബോക്സ് ഞാൻ കൂടുതലൊന്നും വെച്ച് തരുന്നില്ല, ഒരുപാടുണ്ട്. ഈ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കമന്റ് ഇടുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരും അവിടെ പറയുന്നൊരു കാര്യം, എല്ലാവരും ഈ ഒരാളുടെ വസ്ത്രധാരണത്തെ കുറ്റം പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല, ഞാൻ അത് ചെയ്യില്ല. പക്ഷെ ഇവിടെ ഈ ഒരു പ്രത്യേക കേസിൽ ഇത് പൊങ്കാല ദിനമാണ്. അവിടെ പോകുമ്പോഴെങ്കിലും ഈ എക്സ്പോസിങ് പരിപാടി ചെയ്യാതിരിക്കുക. ഞാൻ ഒരാളെ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടോണേ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇയാളെ, അതിഥി രവി, ആക്ട്രസ് ആണ്, ഒരുപാട് മലയാളം സിനിമയിലുണ്ട്. അവരവിടെ ഇരിക്കുന്നല്ലോ, ഇല്ലേ? അവരുടെ വീഡിയോ എടുക്കുന്നല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർ താഴത്തേക്കായിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. ചില ചാനലുകാർ ഞാൻ കണ്ടു, ഈ അന്നാരാജന്റെ വീഡിയോ അവരൊന്ന് താഴുമ്പത്തേക്ക് മാത്രം അങ്ങോട്ട് സൂം ചെയ്യും, അത് കഴിയുമ്പോൾ സൂം മാറ്റും. ഞാനിപ്പോ നേരത്തെ കാണിച്ചത് ഒരുപാട് സൂമിലൊന്നും അല്ല, അത് ഒറ്റ ഇതിൽ വെച്ചിട്ട് തന്നെ എടുക്കുന്നതാ. അതിൽ തന്നെ അവരൊക്കെ സാരി ഉടുക്കുന്നത് നോക്കൂ. ഇങ്ങനെയല്ലേ സാരി ഉടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു പൊങ്കാല ഇടുന്ന സമയത്ത്, അല്ലേ? അതോ ഇവരുടുത്തേക്കുന്നതാണോ തെറ്റ്? അങ്ങനെയാണോ ഇനി കുറെ ആളുകൾ പറയാൻ പോകുന്നത്? ഇവരൊക്കെ ഉടുക്കുന്നതാണോ തെറ്റ്? അതിഥിയുടെ കണ്ടല്ലോ നിങ്ങൾ. ഇനി ഞാൻ അടുത്ത ആളെ കാണിച്ചു തരാം. ഒരു സീരിയൽ താരമോ എന്തോ ആണ് ഇവര്. ഇതെനിക്ക് ഈ ലേഡിയെ അറിയില്ല. എന്താണെങ്കിലും അവരും ഫ്രണ്ടിൽ തന്നെ ക്യാമറയും കൊണ്ട് നിപ്പുണ്ട്, അവരവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. ഇപ്പൊ കുറെ ആൾക്കാർ പറയും ചില ആരുടെ ബോഡി അങ്ങനെയാണ്, സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടിയത് കൊണ്ടാണ്. ഒന്നുമല്ല, പ്രോപ്പറായിട്ട് മറയ്ക്കേണ്ട സാരി വെച്ച് മറയ്ക്കാലോ, ഇല്ലേ? എല്ലാം വൃത്തിക്ക് മറയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ത്രീകൾക്ക് പറ്റിയ ഒരു ഡ്രസ്സ് തന്നെയാണ് സാരി. എത്ര വൃത്തിയോടെയാണ്, ഇല്ലേ? എത്ര രസമുണ്ട്. വേറൊരാള്, അടുത്തൊരാള് നോക്ക്, ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ, കണ്ടോ? അവരുമൊക്കെ കുമ്പിടുന്നുണ്ട് താഴത്തേക്ക്, അവർക്ക് വെള്ളം ഒഴിക്കാനും കാര്യത്തിനും അരിയിടാനും ഒക്കെ. പക്ഷെ അവിടെ ഒന്നും ഒരു വൾഗറായിട്ട് മാറുന്നില്ല. പല ആളുകളുടെയും ഒരു ഭക്തിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ അന്നാരാജൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ അമ്പലത്തിൽ പോയി പൊങ്കാല എടുത്തതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത്. അവർക്ക് എക്സ്പോസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇനാഗുറേഷന് പോകുമ്പോൾ എക്സ്പോസ് ചെയ്യാം, അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ വീഡിയോ ഇടുന്നതിനകത്തോടെ അവർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് വളരെ കൂടുതലാണ്, വളരെ ഓവറാണ്. ഞാൻ ഇനി വേറൊരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറെ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്ന, പിന്നെ സീരിയലിനകത്തൊക്കെയുള്ള അനുമോള്. ഒന്ന് കണ്ടോണേ ഇതേ. മണ്ഡലം അല്ലേ അമ്മ? മണ്ടപ്പുട്ട് ഇല്ലേ? തെരളിതന്റെ അതിന്റെ കൂടെ ഇപ്പുണ്ട്. പയറ് ശർക്കര ഇല്ല, പിന്നെ തേങ്ങയിടും, നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റാ. ഇതെല്ലാം അങ്ങനെ എടുക്കില്ല, ഇത് മാത്രമേ കുറെ ആണ് കൂടുതൽ. ഇത് പായസം, മതി, ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കാണാം. ഇത് മാത്രമല്ല, ഇതിപ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ എടുത്തിരിക്കുന്ന, ഫ്രണ്ടിൽ നിന്നൊക്കെ എടുക്കുന്നവരുടെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്, അനുമോളുടെ ഉൾപ്പെടെ. ഒരിടത്ത് പോലും മോശമായി, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കാനുള്ളതാണ്, ഭംഗി, അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും കീപ്പ് ചെയ്യാം. പക്ഷേ ഒരു രീതിയിലും ഒരാളുടെ ഒരു മോശം കമന്റ് പോലും ഞാൻ ഒരിടത്തും ഒരു വീഡിയോയിലും കണ്ടില്ല. പക്ഷെ ആ ലേഡിയുടെ ഇവരെ പോലുള്ള ആളുകൾ ദയവ് ചെയ്ത് പൊങ്കാലയ്ക്ക് വന്ന് ഇങ്ങനത്തെ പ്രഹസനങ്ങൾ കാണിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? വേറെ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ ഇനാഗുറേഷൻ പല പരിപാടികളുണ്ട്, അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കാണിച്ചു കൂട്ട്. പക്ഷേ പൊങ്കാലയ്ക്കൊക്കെ ചെന്നിട്ട് ഇതുപോലത്തെ പരിപാടി കാണിക്കാൻ നിൽക്കരുത്, എക്സ്പോസ് ചെയ്യാൻ നിൽക്കരുത്, അത് തെറ്റാണ്. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.